ചിന്തിക്കുക. ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല തെളിച്ചമുണ്ട്. മുൻപിലുള്ളതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണാം. പക്ഷേ മുൻപിൽ വന്ന് നിൽക്കുന്ന സ്വന്തം അമ്മയെയോ ഭാര്യയെയോ കണ്ടാൽ അതാരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിലോ? വഴിയിലുള്ള പോസ്റ്റുകളും ഫയർ ഹൈഡ്രന്റുകളുമൊക്കെ കുട്ടികളാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ അവരോട് സംസാരിച്ചാലോ? ഇതൊരു കഥയല്ല, വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ സംഭവമാണ്. കാഴ്ചയുണ്ട്, പക്ഷേ തലച്ചോറിന് അന്ധത ബാധിച്ച അവസ്ഥ. ഒടുവിൽ സ്വന്തം ഭാര്യയുടെ തലയെ ഒരു തൊപ്പിയാണെന്ന് കരുതി എടുത്ത് തലയിൽ വയ്ക്കാൻ ശ്രമിച്ച മനുഷ്യൻ. വെൽക്കം ടു ദി അൺടോൾഡ് മലയാളം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിഷ്വൽ അഗ്നോഷ്യ എന്ന വിചിത്രമായ അവസ്ഥയെക്കുറിച്ചാണ്. ഈ കഥയിലെ നായകൻ ഡോക്ടർ പി. അദ്ദേഹം ഒരു പ്രശസ്തനായ സംഗീതജ്ഞനും അധ്യാപകനുമായിരുന്നു. സംഗീതത്തിന്റെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു പ്രതിഭ. എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പക്ഷേ അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ, ആ ശബ്ദം കേട്ടാൽ "ഓ, നീയായിരുന്നോ?" എന്നദ്ദേഹം പറയും. ആദ്യം എല്ലാവരും കരുതിയത് ഇത് പ്രായത്തിന്റെ പ്രശ്നമാണെന്നാണ്, അല്ലെങ്കിൽ കണ്ണിന്റെ തകരാർ. പക്ഷെ കാര്യങ്ങൾ വഷളായി. അദ്ദേഹം ഫർണിച്ചറുകളോട് സംസാരിക്കാൻ തുടങ്ങി. വഴിയിലുള്ള സാധനങ്ങളെ മനുഷ്യരാണെന്ന് കരുതി അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം പ്രശസ്ത ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഒലിവർ സാക്സിന്റെ മുന്നിലെത്തുന്നത്. ഡോക്ടർ ഒലിവർ സാക്സ് ഡോക്ടർ പിയുടെ കണ്ണുകൾ വിശദമായി പരിശോധിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല. നല്ല കാഴ്ചശക്തി. കണ്ണുകളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ കാണുന്നതെന്താണെന്ന് പ്രോസസ് ചെയ്യാൻ തലച്ചോറിന് കഴിയുന്നില്ല. ഇത് ഉറപ്പാക്കാൻ ഡോക്ടർ സാക്സ് ഒരു പരീക്ഷണം നടത്തി. ഒരു കയ്യുറ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, "ഇതെന്താണ്?" സാധാരണ ഒരാൾ പറയും, "ഇതൊരു ഗ്ലൗസ് ആണ്." പക്ഷേ ഡോക്ടർ പി പറഞ്ഞ മറുപടി കേട്ട് ഡോക്ടർ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, "ഇതൊരു തുടർച്ചയായ പ്രതലമാണ്. അതിനും 5 സഞ്ചികൾ പോലത്തെ നീളമുള്ള ഭാഗങ്ങളുണ്ട്." ഒന്നാലോചിച്ചു നോക്കൂ. അദ്ദേഹം ആ വസ്തുവിന്റെ ആകൃതി കൃത്യമായി കാണുന്നുണ്ട്, ജ്യാമിതീയമായി വിവരിക്കുന്നു. പക്ഷേ അതൊരു ഗ്ലൗസ് ആണെന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിന് മനസ്സിലാകുന്നില്ല. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പി പോകാൻ എഴുന്നേറ്റു. തന്റെ തൊപ്പിയെടുക്കാനായി അദ്ദേഹം കൈനീട്ടി. പക്ഷെ പിടിച്ചത് തൊപ്പിയിലല്ല, തൊട്ടടുത്തിരുന്ന സ്വന്തം ഭാര്യയുടെ തലയിലായിരുന്നു. അദ്ദേഹം സ്വന്തം ഭാര്യയുടെ തലയെ തന്റെ തൊപ്പിയാണെന്ന് തെറ്റിദ്ധരിച്ച് എടുത്ത് തലയിൽ വയ്ക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നില്ല, തമാശ കാണിച്ചതുമല്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഭാര്യയുടെ തലയും ഒരു തൊപ്പിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലായിരുന്നു. ഇതാണ് വിഷ്വൽ അഗ്നോഷ്യ. നമ്മൾ കാണുന്ന ലോകത്തെ അർത്ഥപൂർണമായി തിരിച്ചറിയാൻ തലച്ചോറിന് കഴിയാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ നമ്മുടെ തലച്ചോറിലെ ഒക്സിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ് എന്നീ ഭാഗങ്ങളാണ് തിരിച്ചറിയുന്നത്. ഡോക്ടർ പിയുടെ തലച്ചോറിലെ ഈ ബന്ധം തകരാറിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കണ്ടത് വെറും ആകൃതികളും നിറങ്ങളും മാത്രമാണ്, മുഖങ്ങളല്ല. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മനോഹരമായ അന്ത്യമുണ്ട്. കാഴ്ചകൾ അദ്ദേഹത്തെ ചതിച്ചെങ്കിലും സംഗീതം അദ്ദേഹത്തെ കൈവിട്ടില്ല. പാട്ടുപാടുമ്പോഴും സംഗീതം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും അദ്ദേഹം ഓരോ പാട്ടുകൾ ചിട്ടപ്പെടുത്തി. മരണം വരെ അദ്ദേഹം സംഗീതത്തിലൂടെ ജീവിച്ചു. ലോകമെന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല, മറിച്ച് തലച്ചോറുകൊണ്ട് നിർമ്മിക്കുന്ന ഒന്നാണ്. ആ കമ്പ്യൂട്ടറിന് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ ഭാര്യയെപ്പോലും തൊപ്പിയായി തോന്നിയേക്കാം. മനുഷ്യ മനസ്സിന്റെ ഇത്തരത്തിലുള്ള അപൂർവം കഥകൾ ഇനിയും കേൾക്കാൻ ദി അൺടോൾഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.